ഷേക്സ്പിയറിൻ്റെ ധാരാളം ദുരന്ത നാടകങ്ങളുണ്ട്. അതിലൊന്നാണ് മാക്ബത്ത്. മാക്ബത്ത് എന്ന നാടകത്തിൽ സ്കോട്ട്ലൻഡിൻ്റെ സേനാനായകനായിരുന്ന മാക്ബത്ത് ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 3 മന്ത്രവാദിനികൾ, വിച്ചസ്, അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിങ്ങൾ രാജാവായി തീരും, സ്കോട്ട്ലൻഡിലെ രാജാവായി തീരും. പക്ഷേ നിലവിൽ അന്ന് രാജാവുണ്ട് അവിടെ, ഡങ്കൻ രാജാവ്. ഒരിക്കൽ ഡങ്കൻ രാജാവ് മാക്ബത്തിൻ്റെ വീട്ടിൽ അതിഥിയായി വന്നു. മാക്ബത്ത് തൻ്റെ ഭാര്യയായ ലേഡി മാക്ബത്തും അദ്ദേഹത്തെ നന്നായി സൽക്കരിച്ചു. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണ്? രാജാവാകണം, തനിക്ക് രാജാവാകണം, മാക്ബത്തിന് രാജാവാകണം. ലേഡി മാക്ബത്ത് വളരെയധികം ദുഷ്പ്രേരണകൾ നൽകി ഭർത്താവിനെ കൊണ്ട് ഡങ്കൻ രാജാവിനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ആ കൊലയ്ക്ക് ശേഷം മാക്ബത്തിനും ലേഡി മാക്ബത്തിനും ഭയങ്കരമായ കുറ്റബോധമുണ്ടാകുന്നു. ലേഡി മാക്ബത്ത് രാത്രി എഴുന്നേറ്റ് ഉറക്കത്തിൽ നടക്കുകയും തങ്ങളുടെ കൈകളിൽ രക്തമുണ്ടെന്ന് പറഞ്ഞ് ആ രക്തക്കറ വീണ്ടും വീണ്ടും കഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറ്റബോധമാണത്, ഭയം, നിരാശ, ഇതെല്ലാം അവരെ പിടികൂടി. എന്നാൽ ആ ദുരന്ത നാടകത്തിൻ്റെ അവസാനം മാക്ബത്ത് കൊല്ലപ്പെടുന്നു, മാക്ഡഫിനാൽ കൊല്ലപ്പെടുന്നു. ഈ സ്ത്രീയാകട്ടെ മരിച്ചു പോകുന്നു. വളരെയധികം നിരാശയിലാണ് രണ്ടുപേരും ആയിത്തീർന്നത്. സ്നേഹമുള്ളവരെ, ബൈബിൾ പറയുന്നു, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. നമ്മളിൽ ആരും തന്നെ അധികാരമോഹമോ പണക്കൊതിയോ ജഡികമോഹങ്ങളോ മനസ്സിൽ വെച്ച് ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് ദുർമോഹങ്ങളില്ലാത്ത ജീവിതം നയിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വചനവും അവിടുത്തെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ. ആമേൻ.